ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കേക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ബട്ടർ കേക്കാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 1 കപ്പ് മൈദ നമ്മൾ ഇതുപോലെ വേണം മെഷർ ചെയ്ത് എടുക്കാനായിട്ട്. സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായിട്ട് ആ ഫുള്ളായിട്ട് ഇങ്ങനെ ഇടുക. അതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു ലെവലിക്ക് നമ്മൾ സ്പൂൺ വെച്ചിട്ട് വടിച്ചിട്ട് എടുക്കണം. എന്നാൽ മാത്രം കറക്റ്റ് മെഷർമെൻ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത്. 2 ഇതുപോലെ എടുത്തിട്ട് കറക്റ്റ് ആ ഒരു ഇതിൻ്റെ അളവിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ അരിച്ചെടുക്കണം. ഞാനിവിടെ 1 വട്ടമാണ് അരിച്ചെടുക്കുന്നത്. 3 വട്ടം അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം. അല്ലെങ്കിൽ 1 വട്ടം അരിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ പാത്രങ്ങളും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കഴുകിയിട്ട് നന്നായിട്ട് തുടച്ച് ഉണക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ നനവിലെടുത്തു കഴിഞ്ഞാൽ കേക്ക് ശരിയായിട്ട് വരില്ല. അപ്പോൾ നല്ല ഉണങ്ങിയിട്ട് ഉള്ള പാത്രങ്ങൾ വേണം എടുക്കാൻ. സ്പൂണായാലും എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വലിയ പാത്രമാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ പോവാതെ വേണം നമുക്ക് എല്ലായിടത്തേക്കും നമ്മുടെ ബേക്കിംഗ് പൗഡർ ഉപ്പൊക്കെ എത്തും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ആവശ്യം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ മൈദ മെഷർ ചെയ്തെടുത്തത് അതേപോലെ തന്നെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നമ്മളിത് കോരിയിടാണ് വേണ്ടത്. എന്നിട്ട് ഈ കപ്പ് ഫില്ലാവണം. അതിന് ശേഷം കണ്ടോ ഇതേപോലെ വേണം നമ്മൾ എടുക്കാനായിട്ടാണ്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ 4 മുട്ട എടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട്. അതുപോലെ വാനില എസൻസും പൈനാപ്പിൾ എസൻസും എടുത്തിട്ടുണ്ട്. ഞാൻ ഈ മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എസൻസ് 2ഉം നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപായിട്ട് ചേർത്ത് കൊടുക്കുക. പൈനാപ്പിൾ എസൻസും കൊടുക്കുക, അതുപോലെ തന്നെ വാനില എസൻസും ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ വീതമാണ് 2ഉം ഞാൻ ചേർത്തിട്ടുള്ളത്. ഏകദേശം എൻ്റെ ഒരു അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബീറ്ററിലെ ഫുൾ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് 7 വരെയാണ്. അപ്പോൾ ഞാൻ 7 സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. പിന്നെ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് അലിയാതെ കിടക്കും താഴെ. ഓക്കെ, അപ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് നല്ല ഇതിൽ ഇങ്ങനെ പതഞ്ഞ് കിട്ടും കേട്ടോ എഗ്ഗ്. അപ്പോൾ അതേപോലെ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 കപ്പ് പാല് വേണം. അപ്പോൾ ഞാനിത് 1/2 കപ്പിലാണ് അളന്നെടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് 1 കപ്പ് അങ്ങനെ വേണം മെഷർ ചെയ്യാനായിട്ട്. ഈ 1 കപ്പ് പാലിലേക്ക് നമുക്ക് 100 ഗ്രാമാണ് ബട്ടർ വേണ്ടത്. അപ്പോൾ 1 കപ്പ് ഇതുപോലെ അളന്നെടുക്കുക നിങ്ങൾ. അതിന് ശേഷം എന്താ ഞാൻ ഈ മിൽമയുടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 100 ഗ്രാമാണ് കേട്ടോ. അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇത് നന്നായി തിളച്ച് വരും. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കണം. ഞാൻ മിക്സ് ആക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ ആദ്യം അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു സൈഡിലോട്ട് മാത്രമേ നമ്മളിതുപോലെ ഇതിനെ ഇളക്കാനായിട്ട് പാടുള്ളൂ. ഒരുപാട് നിങ്ങൾ കുത്തി ഇളക്കാൻ പാടില്ല. പിന്നെ കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എല്ലാ സൈഡിലോട്ടും കുത്തി ഇളക്കി ആകെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് വല്ലാണ്ട് താഴ്ന്നു പോവും, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്. കുഴപ്പമില്ല, നമ്മളിത് ഈ ഒരു ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഈ മിക്സ് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നല്ല ചൂടോടെ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. നമ്മൾ ആ ഒരു മിൽക്കും ബട്ടറും കൂടി നന്നായിട്ട് ചൂടാക്കി മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതേ ചൂടോട് കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിലോട്ട് നമ്മളിത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കട്ട പോലെ തോന്നുമെങ്കിലും നമ്മളത് വെച്ചിട്ട് പതിയെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിലോട്ട് ഇത് എത്തും കേട്ടോ.
ഇനി നമുക്ക് ബേക്കിംഗ് ടിന്ന് സെറ്റാക്കി എടുക്കണം. ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറിന് മുകളിലായിട്ടും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ബേക്കിംഗ് ടിന്നിൻ്റെ 3/4 ഭാഗമേ നമുക്ക് ബാറ്റർ വരാൻ പാടുള്ളൂ. അപ്പോഴാണ് അത് പൊങ്ങി വരുമ്പോൾ കറക്റ്റായിട്ട് വരിക. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ടിന്ന് എടുത്തുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ശരിക്കും 8 ഇഞ്ചിൻ്റെ ടിന്ന് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ 8 ഇഞ്ചിൻ്റെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് നമുക്കിതിനെ പ്രീ ഹീറ്റ് ചെയ്യണം. ഇതുപോലെ അടച്ച് വെച്ചിട്ട് നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് 50 മിനിറ്റാണ് ബേക്ക് ചെയ്യാനായിട്ട് ടൈം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബേക്കായ സമയത്ത് ചെറുതായിട്ട് സൈഡൊന്ന് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കേക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബോക്സ് കിട്ടും. നമ്മുടെ കേക്കിൻ്റെ ബോക്സിൻ്റെ ചെറിയ ടൈപ്പ് കിട്ടും. ഇപ്പോൾ നമ്മൾ സ്വീറ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ബോക്സ് കിട്ടില്ല അതുപോലത്തെ. അപ്പോൾ അങ്ങനത്തെ ബോക്സ് എടുത്തിട്ട് നിങ്ങൾക്ക് പീസ് കേക്ക് ആയിട്ട് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ബോക്സ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഈ കേക്കൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ആ ബട്ടറിൻ്റെയും പാലിൻ്റെയും ഒക്കെ ഫ്ലേവറിൽ നല്ലൊരു കേക്കാണ്. ഇതേപോലത്തെ ഒരു ബോക്സിൽ നമുക്കിതുപോലെ പീസായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക്സ് ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ ക്രിസ്മസ് സീരീസിലെ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമുക്ക്. താങ്ക്